ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് CS സുജാത കൂടി നമുക്ക് ചേരുകയാണ്. CS സുജാത, ഒരുപക്ഷെ ഈ കോൺഗ്രസിൽ നടക്കുന്ന നിലവിലെ കാര്യങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം, നടി ആക്രമിച്ച കേസിൽ അതിജീവിതയെ അപമാനിച്ച UDF കൺവീനറുടെ നിലപാട്, ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹം വല്ലാതെ അന്താളിച്ച് നിൽക്കുകയായിരുന്നു. എങ്ങനെയാണ് ഒരു പാർട്ടിയുടെ നേതാക്കൾക്ക് ഇങ്ങനെ പെരുമാറാൻ കഴിയുക? ഒരു കൃത്യമായ പദം കൂടി ആലോചിച്ച് നടക്കുകയായിരുന്നു ഈ കോൺഗ്രസ് പാർട്ടിയെ എങ്ങനെ വിശേഷിപ്പിക്കുമെന്നുള്ളത്. മുഖ്യമന്ത്രി ഇന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പറഞ്ഞത് വളരെ ശരിയായൊരു പദം, സ്ത്രീലമ്പടന്മാർ, കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാർ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കാത്തിരിക്കേണ്ട, എന്തും ചെയ്യുന്ന സ്ത്രീലമ്പടന്മാരുടെ പാർട്ടിയായി മാറിയിരിക്കുന്നു കോൺഗ്രസ് എന്ന് തന്നെയാണ്. നിലവിലെ സാഹചര്യങ്ങൾ അത് തന്നെയല്ലേ സൂചിപ്പിക്കുന്നത്. ഇതിനപ്പുറം എന്ത് പദമാണിനി ഈ കോൺഗ്രസിലെ ഈ പറയുന്ന ലൈംഗിക വൈകൃതത്തിന് ഉടമകളെ വിശേഷിപ്പിക്കേണ്ടത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെന്ന് പരാതി പറഞ്ഞ പെൺകുട്ടിയുടെ അവസ്ഥ നേരിട്ട് കണ്ട ആളാണല്ലോ അദ്ദേഹം. അദ്ദേഹത്തിനോട് കൃത്യമായി ഈ ആക്രമണത്തിന് ഇരയായിട്ടുള്ള കുട്ടി പറഞ്ഞത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടല്ലോ. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വരുമ്പോഴൊക്കെ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് നമ്മൾ കണ്ടല്ലോ. അതായത് അവരുടെ UDF കൺവീനറുടെ പ്രതികരണം അന്നും നമ്മൾ കണ്ടു. അടൂർ പ്രകാശിന്റെ പ്രതികരണം കണ്ടു. ഒരു പാർലമെന്റ് അംഗം, ഒരു പാർട്ടിയുടെ കൺവീനർ, അദ്ദേഹത്തെ പോലെ ഒരാളിന്റെ നാവിൽ നിന്ന് വരാൻ പാടുണ്ടോ? അങ്ങനെ അതിജീവിതയുടെ കേസിന്റെ വിധി വന്നപ്പോൾ തന്നെ സർക്കാരിന് വേറെ പണിയൊന്നുമില്ല. അപ്പീൽ പോകുമ്പോൾ ഞാൻ ദിലീപിന്റെ കൂടെ എനിക്ക് വളരെ ദീർഘകാലമായിട്ടുള്ള ബന്ധമുണ്ട്. അതായത് 8.5 വർഷക്കാലം ഒരു കുട്ടി നിയമ പോരാട്ടം നടത്തി, ആ കുട്ടി അനുഭവിച്ചിട്ടുള്ള മാനസിക വിഷമം, പ്രയാസം നമ്മുടെ ഈ മക്കളുള്ള ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ? കാരണം എന്തൊരു ദയനീയമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തിയ, എന്തൊരു ഭീകരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തിയ. ഒരു തരത്തിലും ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് നമ്മൾ പറയുമല്ലോ, അവരുടെ എല്ലാ ദൗർബല്യങ്ങളും പറയുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടല്ലോ അവരുടെ ഒരു ദീർഘകാല പാരമ്പര്യം ഓടി വരുമല്ലോ. അതിനെയെല്ലാം തള്ളിക്കളയുന്ന ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സമുന്നതനായ ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. കോൺഗ്രസിന്റെ ലീഡർഷിപ്പാകെ ഈ കാര്യത്തിലെല്ലാം ആടി കളിച്ചിട്ടുള്ളതെല്ലാം നമ്മൾ കണ്ടു. ഇവിടെ ഈ അതിജീവതയ്ക്ക് പിന്തുണ കൊടുക്കേണ്ട ധാർമ്മികമായും രാഷ്ട്രീയമായും ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രമുഖനായ ഒരു നേതാവിന്റെ വായിൽ ഇങ്ങനെ ഒരു വാക്ക് വരുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് അവർ നയിക്കുന്ന UDF എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കേരളത്തിലെ സ്ത്രീ സമൂഹം ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു കോടതി വിധി വന്നു കഴിഞ്ഞ ശേഷം ഒരു നടന്റെ പ്രതികരണം നമ്മൾ കണ്ടു. എത്ര പെട്ടെന്നാണ് ഈ ഒരു വളരെ വളരെ വയലന്റ് അല്ലെ വളരെ മോശമായി അല്ല എല്ലാ രൂപത്തിലും വിഷം ചീറ്റുന്ന പ്രതികരണം വന്നത്. അതെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ് കേരളത്തിലെ സ്ത്രീകൾ. ജനസംഖ്യയിൽ പകുതിയിലധികം വരുന്ന കേരളത്തിലെ സ്ത്രീകൾ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് 1ാം പിണറായി ഗവൺമെന്റിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ ചേർത്ത് പിടിക്കാൻ മുന്നിൽ നിന്നത് കേരളത്തിലെ സ്ത്രീകൾ കൂടിയാണ്. അതുകൊണ്ട് കേരളത്തിലെ സ്ത്രീകൾക്ക് ഇവരെ കുറിച്ച് നല്ല ധാരണയുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവർക്ക് അനുകൂലമായി അവർ വോട്ട് രേഖപ്പെടുത്താൻ തയ്യാറാവാതിരുന്നത്. ഒരുപക്ഷെ ആ കഴിഞ്ഞ തവണത്തേക്കാൾ താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ സ്ത്രീകൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് ആരെയാണ് വോട്ട് ചെയ്ത് ജയിപ്പിക്കേണ്ടത്. ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തേക്കാൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമുണ്ടായപ്പോൾ ആദ്യം പ്രതികരിച്ചത് ഉമാ തോമസ് MLA പ്രതികരിച്ചു, ഷാനിമോൾ ഉസ്മാൻ, ആ കോൺഗ്രസിലെ, അതോടൊപ്പം തന്നെ KC വേണുഗോപാലിന്റെ ഭാര്യ അടക്കമുള്ളവർ ആ വിഷയത്തിൽ വലിയ ശക്തമായ വിമർശനം ഉന്നയിച്ചു. പക്ഷേ പിന്നീട് കണ്ടതെന്താണ്? കേരളം അവർക്കെതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണം, കേട്ടാൽ അറയ്ക്കുന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഈ സ്ത്രീകളെ, കോൺഗ്രസിന് തന്നെ സ്ത്രീകളെ നേരിട്ടത്. ഒരുപക്ഷെ വനിതകൾക്ക് കൂടി നിലനിൽക്കാൻ കഴിയാത്ത പ്രസ്ഥാനമായി കോൺഗ്രസ് മാറുന്നു എന്ന് പറയേണ്ടി വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ. അതായത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചാണ്, ശ്രീമതി ഉമാ തോമസ് ആയാലും ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ആയാലും ശ്രീമതി ബിന്ദു കൃഷ്ണ ആയാലും അവരെല്ലാം ശ്രീ KC വേണുഗോപാലിന്റെ വൈഫ് ഡോക്ടർ ആശ അവരെല്ലാം വളരെ കൃത്യമായി പ്രതികരിച്ചിരുന്നു. പക്ഷെ അവർക്ക് സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചുകൊണ്ട് പോകേണ്ടി വന്നു. അതായത് കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവിന്റെ ഭാര്യ, എനിക്ക് അവരെ അറിയാവുന്ന ആളാണ്, അവര് കൃത്യമായി പ്രതികരിച്ചു. പക്ഷെ അവരെയൊക്കെ പ്രസ്താവന പിൻവലിക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ അവരെ അത്രമാത്രം മോശമായ ഭാഷയിൽ ഇവരുടെ സൈബർ വിങ് അവരെ ആക്രമിച്ചിട്ട് ഈ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വളരെ സമ്മർദ്ദത്തിലായിരിക്കണം അവരുടെ പാർട്ടിക്കകത്ത് നിൽക്കുന്ന സഹോദരിമാർ. ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഇവരെല്ലാം ഈ രൂപത്തിൽ കയറി പ്രതികരിക്കുമ്പോൾ അവർക്ക് പോലും ഇത് താങ്ങാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ പാർട്ടിയുടെ ഈ നിലപാട്, കോൺഗ്രസിന്റെയും UDFന്റെയും അവരിപ്പോ സമീപകാലത്ത് എടുത്തുകൊണ്ടിരിക്കുന്ന ഇത്തരം നിലപാടുകളൊന്നും പൊതുസമൂഹം അംഗീകരിച്ചിട്ടില്ല. സ്ത്രീ സമൂഹം ഒരു തരത്തിലും ഇവരോട് ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടില്ല എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ കൃത്യമായി പറയാനുള്ളത്. അതായത് ഒരു കാര്യം കൂടി,
ഈ കുറ്റം ചെയ്ത ഒരാളും രക്ഷപ്പെടാനും പാടില്ല. കൃത്യമായി അക്കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഏത് ഉന്നതനായാലും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമായിരിക്കും. അതാരായാലും അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും സ്വീകരിക്കില്ല എന്നുള്ള സർക്കാരിന്റെ അസന്നിഗ്ധമായ നിലപാടിനെ കേരളത്തിലെ സ്ത്രീ സമൂഹം അങ്ങേയറ്റം റെസ്പെക്ട് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്.